ചട്ടിക്ക് നോവും. ഇന്ന് നമുക്കൊരു മഷ്റൂം ഡ്രൈ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇത് നോയമ്പൊക്കെ എടുക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ, നോയമ്പ് മാത്രമല്ല അല്ലാത്തവർക്കും കഴിക്കാം കേട്ടോ. ഇപ്പം ഞങ്ങൾ നോയമ്പാണ് സാധാരണ, ഞങ്ങൾ ഇപ്പോൾ നോയമ്പായതുകൊണ്ട് തന്നെ ഡിന്നറിന് ഫ്രൂട്ട്സാണ് കഴിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിയപ്പോൾ ഇതാ എക്സ്പയറി ആകാൻ പോകുന്നു. ഇന്ന് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ആണ്. അപ്പോൾ ഇന്നലെയാണ് ഇത് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ റെസിപ്പിയും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്നേ. അപ്പോൾ ഇതൊരു 200 ഗ്രാമിൻ്റെ പാക്കായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഇട്ട് വയ്ക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതങ്ങ് പോകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതവിടെ വെള്ളത്തിൽ കിടക്കട്ടെ. നമുക്ക് ആ ഒരു സമയം കൊണ്ട് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഈ മഷ്റൂമിൻ്റെ മുകളിലൊരു ചെറിയൊരു പാട പോലെ ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് നീക്കിയെടുക്കാം. എന്നിട്ടത് ചെറുതായിട്ടൊന്ന് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാളയും കറിവേപ്പിലയൊക്കെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വീഡിയോ എടുത്തുകൊണ്ട് ഇരുന്ന മോനാണ്. അപ്പോൾ പെട്ടെന്ന് അവൻ്റെ അടുത്ത് ചോദിച്ചു, മമ്മി ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചാൽ ചെയ്യട്ടെ, അവരും പഠിക്കട്ടല്ലേ. അങ്ങനെ ഞാൻ പിന്നെ അവന് ഹാൻഡ് ഓവർ ചെയ്തു കേട്ടോ. എന്തോ ഉണ്ടാക്കുന്നത് മഷ്റൂം ന്യൂ റെസിപ്പി ബൈ മമ്മി. അപ്പോൾ ഏകദേശം ഉള്ളിയൊക്കെ വേണ്ടി വന്നപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരുന്നത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തകൃതിയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ, കൈ വിടാതെ അങ്ങ് ഇളക്കിക്കൊണ്ടിരിക്കുക. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുക്ക് ചെയ്യാനൊക്കെ. പിന്നെ അമ്മക്കൊക്കെ വയ്ക്കുന്നത് തക്കാളി ഇട്ടോ നോക്കി വയ്ക്കും. ചട്ടിക്ക് നോവും. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. എത്ര ഇട? അയ്യോ 2 സ്പൂൺ ഇട്ടേ. ഇട് ഒന്നുകൂടെ ഇട്. ആയിട്ടോ ആയിട്ടോ മല്ലിപ്പൊടി ഇട്ടോ 1 ടേബിൾ സ്പൂൺ. ഇച്ചിരി കൂടെ ഇടാം. വന്നിട്ട് 2 1.5 ടേബിൾ സ്പൂൺ വെള്ളം വേണം. മഞ്ഞപ്പൊടിയോ? മഞ്ഞപ്പൊടി കറിയിൽ ഇടേണ്ട ഒരു ആവശ്യമില്ലേ. ഇവിടെ വിഷം പോകാൻ ഇടുന്നതല്ലേ. വിഷമുണ്ട് പോട്ടെ. ഗരം മസാല ഇട്ടോ. ഈ മഷ്റൂം കണ്ടോ, ബ്രൗൺ കളർ എന്താ പറയുന്നത്, ചട്ടി ഇട്ടോ കുറേശ്ശെ. ഊറുന്ന മഷ്റൂമിന് നമ്മളിങ്ങനെ പിന്നെ ഫുള്ളുണ്ടേ. പകുതി നാളെ എടുക്കാമെന്നോ? പ്ലേറ്റിന് വേദനയ്ക്കുണ്ട്. ഞാൻ ഒരു കാര്യം കാണിക്കാൻ ഗൈസ്, പച്ച മഷ്റൂം തിന്നാൻ പോവാണ്. വെറുതെ എന്തിനാ വിഷമൊക്കെ പിടിച്ചോളൂ. നമ്മൾ വെന്തിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും, നോക്കാതില്ല. നമ്മുടെ ചിക്കൻ കറിയിലൊക്കെ മണം ഇച്ചിരി ഉള്ളി കൂടുതലാണ്. ഒന്നും കൂടുതലല്ല. അസൂയ. മസാല നോക്കട്ടെ. ഇങ്ങനെ അടച്ചു വെക്കാം കേട്ടോ. അടച്ചു വെക്കണേ. ഓക്കെ.
ഇല്ല, പക്ഷെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. ലോ ഫ്ലെയിമാണ്. അപ്പം നമ്മുടെ മഷ്റൂമായിട്ടുണ്ട്. മഷ്റൂം ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട്. വെന്തു ചൂടാണ്. ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഷെഫ് അദിന. ഷെഫ് അദിയൽ എവിടെ? ഷെഫ് അദിയൽ വന്നിട്ടുണ്ട്. അപ്പം ഷെഫ് അദിയലാണ് നല്ല കമൻറ്റ് പറയുന്നതെന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു ഷെഫ് അദിയലാണ് നല്ല കമൻറ്റ് പറയുന്നതെന്ന്. കമന്റ് പറയാൻ പറ്റില്ല, കാരണം വായിൽ മിഠായി ഇരിക്കുന്നതുകൊണ്ട്. ഇല്ല, മതി. ചൂട് ചൂടാ. നല്ല എരിയുണ്ട്. ചൂടാണോ? ചൂടുണ്ട് ചൂടുണ്ട്. ചൂടോടെ കഴിക്കാൻ പറ്റത്തില്ലേ മകനെ? ചൂടല്ലേ? കൊള്ളാവോ? കൊള്ളാവോ? എങ്ങനെയുണ്ട്? എരിയുണ്ടല്ലേ?